ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോളേ ഇന്ന് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ കണ്ടാലോ? അപ്പോൾ രാവിലെ എന്താ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുതിയ പാത്രമാണ് കേട്ടോ, ഇഡ്ഡലി പാത്രമാണ്. പഴയതുണ്ട് അവിടെ, ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടോ നമ്മുടെ വീഡിയോയിൽ ഇതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കറിയായിട്ട് കുറച്ച് ഉള്ളി സാമ്പാറാണ് കേട്ടോ. പരിപ്പും തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ടൊരു സാമ്പാർ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതവിടെ കറിൻ്റെ അടുപ്പിൽ കൊണ്ട് റെഡി ആവട്ടെ. പിന്നെ കുറച്ച് പാലുണ്ട്, ചായ ഉണ്ടാക്കണം. ഇനി ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചമ്മന്തി റെഡിയാക്കട്ടെ. തക്കാളി ചമ്മന്തി കേട്ടോ. അപ്പോഴേ നമ്മുടെ പരിപ്പ് സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് കുറച്ച് ഉള്ളി സാമ്പാർ, ഉള്ളി തക്കാളി പരിപ്പിട്ട സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് തക്കാളി ചമ്മന്തിക്കുള്ളത് കേട്ടോ. അപ്പോൾ സാമ്പാർ ഒന്ന് കടയിറക്കട്ടെ. കറിവേപ്പില ഞാൻ അങ്ങനെ നെറ്റോട്ടിനിടാണ് കേട്ടോ, ഊരിനൊന്നുമില്ല. അപ്പം നമ്മുടെ സാമ്പാർ റെഡി. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. തക്കാളി ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് വാട്ടിയ ചമ്മന്തി ഒന്ന് ചമ്മന്തിയല്ല സോറി, തക്കാളി ഉള്ളി മുളക് പൊടി അതുപോലെ കറിവേപ്പില, പിന്നെ മുളക് പൊടി ആവശ്യമില്ലാത്തവർക്ക് വറ്റൽമുളക് ഇടാം കേട്ടോ. വറ്റൽമുളകാണ് ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ. പിന്നെ അവിടെ ചായ റെഡി ആയിട്ട് കേട്ടോ. ചായയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചമ്മന്തി, പാൽച്ചായ, പിന്നെ നമ്മൾ പരിപ്പും തക്കാളി ഉള്ളിയിട്ട സാമ്പാർ. നല്ല രസമാണ് കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാൻ. ഒരുപാട് കഷ്ണമൊന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ള പരിപ്പും ഉള്ളിയും സാമ്പാറും. അപ്പോൾ ഇതാണെന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.